ഇപ്പോൾ പി ചിത്തരഞ്ജൻ MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ MLA, താങ്കൾ ഈ സന്ദേശം നേരത്തെ കേട്ടിരുന്നോ? ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നേതൃത്വങ്ങളുടെ അറിവോടെയാണോ ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിൽ യാതൊരു നിലയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന പ്രസ്ഥാനമല്ല. കാരണം കേരളത്തിൽ ഈ ജാഥ എത്തുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ആൾക്കാരാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പേരെയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതാത് സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു കാരണവശാലും ആരുടെയെങ്കിലും ജോലി നിഷേധിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഒന്നും ഞങ്ങൾ തയ്യാറാകില്ല. അത് ഞങ്ങളുടെ നിലപാടുമല്ല, ഞങ്ങളുടെ നയവുമല്ല. എവിടെയെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കർശനമായി പരിശോധിച്ച് വേണ്ട തിരുത്തൽ വരുത്തും. ഇവിടെ ഈ ജാഥയ്ക്ക് കിട്ടുന്ന വലിയ അംഗീകാരം ഇത്തരത്തിലുള്ള ചെറിയ വിവാദങ്ങളിലൂടെ അതിന്റെ ആ ഒരു അംഗീകാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ സംഘടിതവും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് എവിടെയെങ്കിലും പ്രാദേശികമായി ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള തെറ്റായ സമീപനം ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലാകെ അല്ലെങ്കിൽ രാജ്യത്താകെ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന പ്രചാരവേല. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ നയമല്ല. അത് ആരാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്, അവരുടെ പേരിൽ ഞങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ അവരെ തിരുത്തുന്നതിന് ആവശ്യമായ കർശനമായ നടപടി സ്വീകരിക്കും. നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. ജില്ലാ നേതൃത്വം പൂർണ്ണമായി തള്ളുകയാണല്ലേ? ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരാളെയും ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ആൾക്കാർ തന്നെ അവിടെ എത്തിച്ചേർന്നോളും. ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അനുഭാവികളും എല്ലാം കൂടെ ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിൽ കഴിഞ്ഞ 10-20 ദിവസക്കാലമായി പരിഗണന നടത്തിക്കൊണ്ടിരിക്കുന്ന ജാഥയെ 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു, ഇങ്ങനെ ഭീഷണി വന്നിരിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ച് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ജനകീയ പിന്തുണയെ ചെറുതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ശ്രീ പി ചിത്തരഞ്ജൻ, ഒരു ചോദ്യം കൂടെ. നമ്മുടെ കോൺഗ്രസ് നേതാവ് ഷുക്കൂർ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് മുതലെടുപ്പ് രാഷ്ട്രീയമാണ് CPM കാണിക്കുന്നത്, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്രീയം CPM മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ചെറിയ വാക്കുകളിൽ അദ്ദേഹത്തിനൊരു മറുപടി നൽകാമോ? ഞങ്ങൾക്ക് സമ്മർദ്ദത്തിന്റെയും മുതലെടുപ്പിന്റെയും ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് വലിയ ജനപിന്തുണയുള്ള പാർട്ടിയാണ്. ആ ജനപിന്തുണയുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സമീപനവും സ്വീകരിക്കേണ്ട കാര്യമില്ല. എന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം രാഷ്ട്രീയമായ അഭിപ്രായം പറയണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും എല്ലാം പരിപാടികൾ നടത്താറുണ്ട്. അവരുടെ പ്രവർത്തകരെയൊക്കെ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. ആ പങ്കെടുക്കുന്നവരെ ഒന്നും അങ്ങനെ ഭീഷണിപ്പെടുത്തിച്ചിട്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്നും ഞങ്ങളാരും പറയാറില്ല. അതെല്ലാം ഒരു പ്രസ്ഥാനത്തോടുള്ള താല്പര്യവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന ജനങ്ങളാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഭീഷണി വന്നൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ യാത്രയിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും ജോലി സംബന്ധിച്ചുള്ള ഒരു ആശങ്കയൊന്നും വേണ്ട അല്ലേ? ഒരാളെയും ഞങ്ങൾ അങ്ങനത്തെ നിലപാടെടുക്കത്തില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ ഇത്തവണ കാണേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പോലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വർഗ ബഹുജന സംഘടനകളെ കൊണ്ട് ഒരു സ്വീകരണം പോലും ഞങ്ങൾ കൊടുപ്പിക്കുന്നില്ല. തനി പാർട്ടി മാത്രമാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടായിരിക്കുന്ന CTO, DYFIയോ, പിന്നെ അതുപോലെ തന്നെ SFIയോ, മഹിളാ അസോസിയേഷനോ അവിടെ ഒരു സംഘടനയുടെ മോളോ ബാനറോ സ്വീകരണമോ കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിട്ടുള്ളവർക്ക് പരിപാടി പങ്കെടുക്കുകയും സ്വീകരണം കൊടുക്കുകയും അനുഭാവികൾക്കും എല്ലാം പങ്കെടുക്കാം. ആ നിലയിൽ തനി പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഈ ജാഥ പോലും സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ജോലി നിശ്ചയിക്കുന്നത്? CI2 അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളെ ജോലി നിശ്ചയിക്കാൻ CPM ഒരു അധികാരവുമില്ല, ഒരു അവകാശമില്ല, ഇടപെടത്തുമില്ല. CPM നയമല്ല. വർഗബഹുജന പ്രസ്ഥാനങ്ങൾ അതിന്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. ശ്രീ പി രഞ്ജൻ, ഒരു സംശയം കൂടി. ഈ ജാഥയിൽ ശരിക്കും പങ്കാളിത്തം കുറയുന്നുണ്ട്, അത്തരത്തിലൊരു ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? കാരണം കണ്ണൂരിലും സമാനമായ രീതിയിൽ നമ്മൾ കണ്ടതാണ്, ഒരു ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കണ്ണൂരിലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കകൾ സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ കേരള വിഷയത്തിന്റെ ആൾ ഇപ്പൊ ഈ ഉച്ചവേര് തുടങ്ങാൻ പോവുകയാണല്ലോ. അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് ആ തുറവൂരിലേക്കൊന്ന് വരൂ. അത് കഴിഞ്ഞാൽ സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് വരൂ.
ഇന്നും നാളെ ആലപ്പുഴ ജില്ലയിലാണ്. നിങ്ങൾ വന്ന് നോക്കൂ, ആള് കുറയുകയാണ്, ആള് കൂടുകയാണ്. വളരെയധികം നന്ദി ഹലോ. ശ്രീ പി പി കേൾക്കാം. ആ, ശരി. വളരെയധികം നന്ദി ശ്രീ പി പി ചിത്തരഞ്ജൻ എം എൽ എ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. CPM ജാഥയിൽ പങ്കെടുക്കുവാൻ കുട്ടനാട്ടിലും ഭീഷണി, ജാഥയ്ക്ക് എത്തിയില്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല എന്ന ഭീഷണിയാണ്. ആ ഭീഷണി സന്ദേശത്തിലേക്ക്